മുത്തൂസ ഉണ്ടാവും ഓളെ പെരക്കാരെ കിട്ടിയേക്കിന് അവൾക്ക് പിന്നെ വേണ്ട. ജസനോടൊക്കെ പറയാൻ എന്താ വെച്ചാൽ സാധാരണ എല്ലാ വീട്ടിലും എന്താ പറയാ, അല്ല കോക്കാച്ചി വരും, അല്ല നായി വരും, പൂച്ച വരും, ഇങ്ങനെയൊക്കെയല്ലേ പറയാ. ജസനോടോളം എന്താ പറയാ, ബാസ് വരും. ഓ ഞാൻ തൊല്ല് ഭീകരനെ പോലെ അതിനോട് ചോറ് കൊടുക്ക. ഹായ്, അപ്പൊ ഇന്ന് ഒരു ചെറിയ ഒരു യാത്രയാണ് മുത്തൂസിന്റെ മൂത്തമ്മാടിക്ക്. അല്ല മുത്തൂസിന്റെ കുടുംബക്കാരൊന്നും നിങ്ങള് കണ്ടിട്ടില്ലല്ലോ. കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കുറച്ചാൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇന്ന് മുത്തൂസിന്റെ കുടുംബക്കാര് ആ ഒരു വിധമുള്ളവരൊക്കെ കണ്ടിട്ട് പോയത്. അപ്പൊ ഇന്ന് കാണാം. അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ നാഷണൽ ഹൈവേയിലാണ്. എന്താ തലപ്പാറക്കുള്ള എക്സിറ്റ്, ജമ്മാട് തലപ്പാറക്കുള്ള എക്സിറ്റിന്റെ അവിടെ എത്തിയിരിക്കുന്നു. ഫറോക്കിലാണ് ഇപ്പൊ ഒരു വീട് കിടക്കണല്ലേ മുത്തൂസേ? അപ്പൊ ഞങ്ങള് ഫറോക്കാണ് പോണത്. പെരുന്നാക്ക് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാക്ക് മുത്തൂസ് എവിടെയും പോയാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നമ്മള് മറ്റപ്പടെ പോയത് കൊല്ലംകോട് പോയത്. അതിന്റെ വീട്ടിലെല്ലാം കണ്ടില്ല, കാണാത്തോലെ പോയി കണ്ടോളി കൊല്ലംകോട് പോയത്. അപ്പൊ അതിന് ശേഷം മുത്തൂസിനെ പോണം ഐറ്റങ്ങളെ വിളിച്ച് വെറുപ്പിച്ച് ഇതാക്കിയിട്ട് അവസാനം ഒരു പരിപാടി വെച്ചിട്ട് വിളിച്ചാണ്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. മുത്തൂസ് അങ്ങനെയാണ്. ഇപ്പൊ പെരുന്നാക്കി മറ്റേ കുടുംബത്തിക്കൊന്നും പോയില്ലാന്നുണ്ടെങ്കിൽ ഓരോ വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ചില്ലല്ലോ ഇതിങ്ങനെ അങ്ങനെ പോവാണ്. എന്നാണെങ്കിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നുള്ള മുത്തൂസാണെന്നുണ്ടെങ്കിലോ രാവിലെ നേരത്തെ പോണെന്ന് പറഞ്ഞിട്ട് 11:30 ആയിക്കിനെ റെഡി ആയിക്കണത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഞാനല്ല മുത്തൂസ്. എന്നിട്ട് ആദ്യം ഡ്രസ്സ് ഇട്ടോ, എന്നിട്ട് ഇറങ്ങാൻ വേണ്ടി നേരത്തെ ഉമ്മ പറഞ്ഞേ അത് കാണാൻ രസമില്ലാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവള് വീട്ടിലുണ്ടാക്കി ഡ്രസ്സൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് മുത്തൂസ്. പിന്നെ എന്നുണ്ടെങ്കിലോ അതിനൊരു അരമണിക്കൂർ വീണ്ടും പോകും. കാരണം മുത്തൂസിന് തലക്കെട്ടൊക്കെ കിട്ടി മറ്റേ തട്ടൊക്കെ ചിറ്റി റെഡി ആകുമ്പോത്തിന് വീണ്ടും അരമണിക്കൂർ. അങ്ങനെ 10-11 മണിക്കാണ് പറഞ്ഞത്. പിന്നെ കക്കാട് ഞാൻ അവിടെ ജുമാക്ക് കയറി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പൊ വീഡിയോ എടുക്കണം എന്നുള്ള ഓരോ മുത്തൂസിന് വന്നത്. അപ്പൊ അങ്ങനെ നമ്മള് നേരെ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ മുത്തൂസ് അവിടെ എത്തിയിട്ട് കാണിച്ചിരുന്ന മുത്തൂസ് പറയണത്. ഇതിന് മുന്നൊക്കെ മുത്തൂസാനെ പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടൊന്നുമില്ല. പ്രാവശ്യമെങ്കിലും കണ്ടാ കാണാം. എല്ലാവർക്കും വീഡിയോയിൽ വരാൻ മടിയുണ്ടാവും. അതുണ്ടല്ലോ ഇതിന്റെ മുത്തമ്മയാണ്, ഇതിന്റെ അമ്മായിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചല്ലേ. അമ്മ പൂതപ്പേ മൂടാനിരമുണ്ടേ വിരലാതെ തിരുമ്മി ഞാൻ വഴുതി വീഴും മടിമേലേ ചെറുതണൽ കുളിരുന്നേ. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആര് കാണുന്നു? അല്ല ഇഞ്ഞ ആര് കാണുന്നു? പരിചയപ്പെടുത്തിയില്ലേ? അപ്പൊ ഇവിടെ ബിരിയാണി ഉണ്ട്. കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിട്ടൂല. മസാല വേറെ. പിന്നെ ലഗോണ്ട എന്തായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ മേടിക്കലില്ല. അങ്ങനത്തെ ബിരിയാണി മസാല വേറെയും ചോറ് വേറെ ആയിരിക്കും. തൈര ആർക്കാ ഇഷ്ടമില്ലാത്താണ് പോലെ സൂം ചെയ്യട്ടെ. ആർക്കാ ഇഷ്ടമില്ലാത്ത? സാധാരണ എല്ലാ വീട്ടിലും വല്ല മറ്റേ കോക്കാച്ചി വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ സാധാരണ ഫുഡ് കൊടുക്കുക. ഇവർക്കൊക്കെ ചോറ് എന്താ കൊടുക്കുക, എങ്ങനെ കൊടുക്കാറോ? ബാസ് വരും ചോറെന്ന്, അല്ലെങ്കിൽ ബാസിനോട് പറയുന്നുണ്ട് ഇവർക്ക് ചോറ് കൊടുക്കുക അല്ല ജസ? ജസനോടൊക്കെ പറയാൻ എന്താ വെച്ചാൽ സാധാരണ എല്ലാ വീട്ടിലും എന്താ പറയാ, അല്ല കോക്കാച്ചി വരും, അല്ല നായി വരും, പൂച്ച വരും, ഇങ്ങനെയൊക്കെയല്ലേ പറയാ. ജസനോടോളം എന്താ അറിയാലോ, ബാസ് വരും. ഓ ഞാൻ തൊല്ല് ഭീകരനെ പോലെ
അതിനോട് ചോറ് കൊടുക്കുക. മുത്തൂസ ഉണ്ടാവും ഓളെ പെരക്കാരൊക്കെ ഇട്ടേക്കിന് ഓൾക്ക് പിന്നെ വേണ്ട. ഓള് വേഗം ഓടി പോവാ. ഓൾക്ക് അവിടെ വന്നേക്കിനാണെങ്കിൽ ഓൾക്ക് ബീച്ചിൽ പോണെന്ന്. എന്നിട്ടിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് പറയേ ചെറിച്ചാ നിക്കല്ലേ. കടലുണ്ടി ബീച്ചിലാണ് വന്നിട്ടുള്ളതാ. കടലുണ്ടി പാലതാ കാണുന്നു. പാലത്തിന്റെ നേരെ താഴെതാ മുത്തൂസിന്റെ കുടുംബക്കാരെല്ലാരും ഉണ്ട്. ഞാനായിട്ട് അവിടെ പോവാന്ന് എവിടെയെങ്കിലും പോവാൻ നേരം മുത്തൂസ് ഉണ്ടാവില്ല. കുടുംബക്കാരെ കണ്ടപ്പോ മുത്തൂസിനെ എവിടേക്കെങ്കിലും പോണം. ഓളമ്മ ഇതിന്റെ മുന്നേ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കിന് പോരണോ പോരണോ എന്നും പറഞ്ഞിട്ട് പോകുന്നതിനെ പോലെ ഒരു തൊയ്രം വേണ്ടേ. ഒരു എന്നിട്ടെന്താണ് ഈ കടൽ വെള്ളം കാണാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ ഇതിന് നടുക്ക് തന്നെ പോയി ഫോട്ടോ എടുക്കണം. നെയ്ജാതി തേരുള്ള സമയത്ത് എന്തേ ഓക്കെ ഓക്കെ ഈ ജാതി ചളി വെള്ളത്തിലൊക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ടായി പോയി കടന്നിക്കണം. അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുന്നമ്മ കയറിക്കണല്ലേക്ക. അതല്ല ഇന്ന് ഓളത്തിന് മേലെ കയറ്റി വീഡിയോ എടുക്കാൻ. അഥവാ ഞാൻ അങ്ങോട്ട് വീണ് പോവാന്നുണ്ടെങ്കിൽ കഴിച്ചില്ലായല്ലോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. അത് രസമുണ്ടല്ലോ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസം അല്ലേ. ഫോട്ടോക്കാനൊക്കെ പറ്റിയതാണ്. ഇവിടെ പറയുമ്പോ ഉള്ളില്ലേ ഇതേപോലത്തെ പാറകളാണ്, ചെങ്കല്ലിന്റെ പാറകള്. പിന്നെ അധികം തിരക്കൂല്ല നമ്മളെ കോഴിക്കോട് ബീച്ചിന്റെ പോലെ. അങ്ങനെ തിരക്കൊന്നുമില്ല. ഇതിലിവിടത്തെ ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാല് പാലത്തിന് മേലെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും ഇങ്ങോട്ടുള്ള വഴി അറിയില്ല. അതുകൊണ്ട് മേലെ അങ്ങനെ മനസ്സിലായോ. ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു റോഡുണ്ട്. നേരെ വന്നാലേ എടുത്ത് അവിടെ കണ്ട അങ്ങോട്ട് നോക്കി ആ കളി കാണുന്നുണ്ടെങ്കിൽ കണ്ടോടെ. ഇതിനകത്തപ്പോ എന്റെ വോയിസ് എത്ര കിട്ടുന്നുണ്ടാ വേണ്ടില്ല. കളിയില് കളിക്കണ ചളിവെള്ളാണ്. ഇപ്പാണെന്നുണ്ടെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് ഫുള്ള് ചളിവെള്ളാണ്. ഞങ്ങളിതാ തിരിച്ചു പോകുന്നില്ലൊക്കെ. അതെ, അപ്പൊ രാവിലെ പോയതായിരുന്നു. മുത്തൂസിന്റെ കുടുംബക്കാരുടെ കൂടെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ പുതിയ വീഡിയോസും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാൻ തരാം. ബൈ.